അങ്ങനെ തിരിച്ചു പോകാൻ ആർക്കും മനസ്സില്ല. VS-നെ കണ്ടിട്ട് നടക്കുകയാണ്. കടക്കൂട്ടം വരെ നടക്കുമെന്ന് പറഞ്ഞവരുണ്ട്, ആറ്റിങ്ങൾ വരെ നടക്കുമെന്ന് പറഞ്ഞവരുണ്ട്. PG സുരേഷ് കുമാർ തത്സമയ റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എത്രമാത്രം വലിയ ജനാവലിയാണ് ഈ സായാഹ്നത്തിൽ ഈ വിലാപയാത്രയ്ക്കൊപ്പം മുദ്രാവാക്യം വിളിച്ച് നടന്ന് നീങ്ങുന്നത് എന്നുള്ളത്. വാഹനങ്ങളുടെ നീണ്ട നിര കാണാം, ആ വാഹനങ്ങളുടെ അരികുകളിൽ മനുഷ്യരെയും കാണാം. ഈ കാണുന്നതിലും എത്രയോ ഇരട്ടി മനുഷ്യരാണ് അടുത്ത പാതയോരങ്ങളിൽ VS-നെ അവസാനമായി നോക്കി കാണാനായി കാത്തു നിൽക്കുന്നത്. PG സുരേഷ് കുമാർ വ്യക്തമാക്കിയതുപോലെ തന്നെ അത്രയേറെ മനുഷ്യപക്ഷത്തു നിന്നുള്ള നേതാവിന്റെ യാത്രയായിട്ട് അതിൽ സ്ത്രീകളടക്കം കുട്ടികളടക്കം വീടുകളിൽ നിന്നും കയ്യിൽ ഒരുപിടി പുഷ്പങ്ങളുമായി വന്ന ആ പാതയോരങ്ങളിൽ മണിക്കൂറുകൾ കാത്തു നിന്നുകൊണ്ട് അവർക്ക് കാണാൻ കഴിഞ്ഞ ഒരുപക്ഷെ 1 സെക്കൻഡോ 1/2 സെക്കൻഡോ ആയിരിക്കും. പക്ഷേ അതുപോലും അവർക്ക് സാർത്ഥകമാണ്. കാര്യം അതിനുവേണ്ടിയിട്ടായിരുന്നു അവർ ഇന്നലെ ഈ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ. ഇന്നലെ 4 മണിയോടുകൂടിയാണ് ഈ മരണവാർത്തയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ 26 മണിക്കൂറുകൾ പിന്നിടുകയാണ്. 26 മണിക്കൂർ അവർ കാത്തിരുന്നത് അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നോക്ക് എന്നുള്ളത് വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ വന്ന ആ ലക്ഷ്യം സാർത്ഥകമായി അവർ മടങ്ങുന്നത്. ഇനിയും വേറെ ആയിരങ്ങൾ ഈ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുന്നുണ്ട്. PG സുരേഷ് കുമാറാണ് പട്ടം മുതൽ തന്നെ ഈ വിലാപയാത്രയ്ക്കൊപ്പം നടന്ന തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. KG കമലേഷ് കൂടി ചേരുന്നത്. കമലേഷ്, ഇപ്പോൾ ചാവടിമുക്കിൽ നിന്നും ശരത് ശശി കൂടി ചേരുകയാണ്. ശരത്ത്, ഈ വിലാപയാത്ര തുടങ്ങുമ്പോൾ തന്നെ പറയുകയുണ്ടായി, തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നു പോകുന്ന ഈ വിലാപയാത്രയിലെ ഓരോ ഇടത്തിലും VS-മായി ബന്ധപ്പെട്ട അനവധി സംഭവങ്ങൾ പറയാനുണ്ടാകും. അതൊക്കെ തന്നെ VS-ന്റെ പേരടയാളപ്പെടുത്തിയ സ്ഥലങ്ങൾ കൂടിയാണ്. ഇപ്പോൾ ശരത് നിൽക്കുന്നത് ചാവടിമുക്കിലാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റഡീസ് ഉള്ളത്. IS ഗുലാത്തി എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ VS